എല്ലാവിധ ഇന്നത്തെ ഇടപെടലുകളും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, ഈ മക്കളെ ദൈവവേദങ്ങളെ ഇന്ന് ഏറ്റവും കൂടെ അലട്ടപ്പെടുന്ന വിഷയങ്ങൾ എല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു. കർത്താവ്, ആരോടെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് വളരെ സങ്കടകരമായ സിറ്റുവേഷൻസ് ആണെങ്കിൽ സഞ്ചാരി മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എവിടെയെങ്കിലും പോകാനുണ്ട്, അതുപോലെ എന്തെങ്കിലും നേടാനുണ്ട്, എന്തെങ്കിലും ചെയ്യാനുണ്ട്, എന്തെങ്കിലും കൊണ്ടുവരാനുണ്ട്, വാങ്ങിക്കാനുണ്ട്, അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും നിൻ്റെ യാത്രയുടെ എല്ലാ ലക്ഷ്യങ്ങളിലും സഞ്ചാരി മാതാവ്, പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്നുള്ളത് അങ്ങയുടെ വാഗ്ദാനമാണെങ്കിൽ ഉടമ്പടി ജീവിതത്തിലെ ആ വാഗ്ദാനത്തിന് ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന അങ്ങയുടെ അങ്ങയുടെ സാന്നിധ്യം അറിയത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മക്കളും, ഈ പ്രാർത്ഥനയെ കൂടുന്ന മക്കൾ, ഇന്ന് പോകുന്ന ഗവൺമെൻറ് ഓഫീസുകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ തൊഴിലിടങ്ങൾ, ജോലി സ്ഥലങ്ങൾ, എവിടെ പോയാലും ഒരു കോൺട്രാക്ടറിനോ എഗ്രിമെൻറ്റിനോ ഏജൻസിക്കോ എന്ത് വിഷയത്തിന് പോയാലും നിന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി നീ റിസൾട്ട് നോക്കുന്ന സമയത്ത്, റിസൾട്ട് നോക്കാൻ പോകുമ്പോൾ, നിൻ്റെ പഠനത്തിൻ്റെ, നിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് നോക്കാൻ പോകുമ്പോൾ, അതുപോലെ നീ അഡ്മിഷന് പോകുമ്പോൾ, ഉപരി വിദ്യാഭ്യാസത്തിനും അടുത്ത നിൻ്റെ ഒരു അപ്ഡേഷൻസിന് വേണ്ടി നീ പോകുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദൈവപൈതലെ, നീ കർത്താവുമായി നല്ല ഒരു ഉടമ്പടി ജീവിതത്തിലായിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗികളെ ഞാൻ ആശീർവദിക്കുന്നു. ആശുപത്രി കിടക്കുന്ന രോഗികളെയും വീട്ടിൽ വേദനിക്കുന്ന രോഗികളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഗർഭിണികളെ ആശീർവദിക്കുന്നു. മക്കളെല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളെല്ലാത്തതിൻ്റെ നോവ് അനുഭവിക്കുന്ന, മാനസികപീഡ അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിക്കടി മരണം സംഭവിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ശക്തി അതിലേക്ക് ആവശ്യിക്കുകയും ആ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന എല്ലാ ഒറ്റപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളിലും നിൻ്റെ സന്ധിപ്പും സമാധാനവും കർത്താവിൻ്റെ കൃപ നിന്നെ ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിന് ജോലികളെ ആശീർവദിക്കട്ടെ. നിൻ്റെ വരുമാന മാർഗങ്ങളെ ആശീർവദിക്കട്ടെ. നിൻ്റെ കെട്ടിക്കിടക്കുന്ന പണവും കിട്ടാത്ത കടങ്ങളും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാണാത്ത വസ്തുക്കളും ഭാഗവടപടി ചെയ്യാത്ത പുരയിടങ്ങളും ഡിവിഷൻ ചെയ്ത് കിട്ടാത്ത പുരയിടങ്ങളും ഭവന നിർമ്മാണത്തിന് ആവശ്യമായ നിലനിൽക്കുന്ന തടസ്സങ്ങളും യേശുക്രിസ്തു